തിരുവനന്തപുരത്തെ ഈ BJT ഹാളിൽ ഇപ്പോൾ അയ്യാങ്കോടി ഹാളാണത്. ഈ BJT ഹാളിൽ ഒരിക്കലും ഡോക്ടർ റെജിമേനും PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ റെജിമേൻ ഇതൊക്കെ റിസർച്ച് ചെയ്ത് ഒരു 20 പോയിന്റ് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ആരും കൈയടിച്ചില്ല. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി അരമണിക്കൂർ പ്രസംഗിച്ച് എല്ലാവരും കൈയടിച്ചു. എന്തായി സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങേക്ക് പൊതുജനത്തിനെ അറിയത്തില്ല, അത് തന്നെയാണ് പ്രശ്നം. അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാര്യം അല്ല, അത് ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാൻ ഇത് ജനങ്ങളെ ബ്ലെയിം ചെയ്യുന്നില്ല. ഇത് നമ്മൾ കണ്ടീഷൻ ചെയ്യാണ്. അല്ല, അവരങ്ങനെ ആയിപ്പോയി. അതാ അങ്ങനെ ആയിപ്പോയി. കാരണം വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല. അതെ അതെ 70 കൊല്ലമായിട്ട് ഇയാളാണോ മറ്റാളാണോ രണ്ടുപേരും അങ്ങനെ തന്നെ ചെയ്യുന്ന. വിവാദം മാത്രം, നുണ മാത്രം, നുണകൾ കേട്ട് മടുത്തോ. പക്ഷേ പൊതുവെ അങ്ങയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? കാരണം കഴിഞ്ഞ എനിക്കൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് നന്നായിട്ട് ആളുകൾ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പല രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു. ചിലത് ഇൻഡിവിജ്വലെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നു, ചില രാഷ്ട്രീയം വെച്ച് ആക്രമിക്കുന്നു. അപ്പോൾ ഈ പരമാവധി ആക്രമണ വിധേയമായിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടുമോ, അതോ അങ്ങനെ ഒരു സ്വഭാവം? എനിക്ക് 18 കൊല്ലമായിട്ട് ഞാൻ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഈ ആക്രമണ രാഷ്ട്രീയത്തിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് 2008 2G സ്കാം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് 2010 എൻ്റെ 10 മുതൽ എന്നെ ഒരു 10 തവണ കോൺഗ്രസ് റെയ്ഡ് ചെയ്ത. ഞാൻ അങ്ങനെ റെയ്ഡ് മാത്രമല്ല, റെയ്ഡ് ചെയ്തിട്ട് എന്നോട് ചില ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു ഇത് സെറ്റിൽ ചെയ്യണമെങ്കിൽ കാർത്തി ചിദംബരനെ വിളിച്ചാൽ മതി. അതും എല്ലാം സഹിച്ചും പിന്നെ അതിനെ സൈലൻസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്റെ ഒരു കണക്ഷൻ, ഒരു ചാനൽ എന്തോ എക്സ്പോസ് ചെയ്തപ്പോ LDF-കാര് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരു റിസോർട്ടില് 8 കോടി ഡാമേജ് പ്രശ്നമായത്. അപ്പോ ഇതെല്ലാം നടന്നു. എന്നെ ഒരു എഫക്റ്റ് ഇതുവരെ ഉണ്ടാക്കിയില്ല. അപ്പോ ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇഷ്യൂ ഏറ്റെടുത്താണ്ടല്ലോ അത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ പിന്മാറും. അതുവരെ അങ്ങയൊന്ന് അലോസരപ്പെടുത്തുന്ന എന്തോ വഴിയപ്പോ എന്തോ എന്നെ വറിയാക്കാനൊന്നും അതൊന്നും പറ്റില്ല. അത് ശ്രമിക്കണ്ട എന്നാണ് എന്റെ ഒരു സജഷൻ. എന്നെ തോൽപ്പിക്കണമെങ്കിൽ ഈ വികസന രാഷ്ട്രീയത്തില് നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ നല്ലൊരു ഐഡിയ കൊണ്ടുവരിക, എന്നേക്കാൾ കൂടുതൽ നന്നായി അധ്വാനിക്കുക. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ കഴിയും. പക്ഷെ ഈ മറ്റേ തന്ത്രങ്ങളല്ലല്ലോ. ഇപ്പോ നമ്മളെ സഖാവ് ശിവൻകുട്ടി ചെയ്യുന്ന പോലെ രാജീവ് എന്നൊരു പേര്, ഒരു ബ്രാഞ്ച് സെക്രട്ടറി, രാജീവായ ഒരു ബ്രാഞ്ച് സെക്രട്ടറിനെ ഇൻഡിപെൻഡന്റ് ആയി മത്സരിപ്പിക്കും, ജനങ്ങൾ വിഡ്ഢിയാക്കാൻ നോക്കുക. പിന്നെ ലേബർ മിനിസ്ട്രിന്ന് എല്ലാവരെയും ഇലക്ഷൻ കമ്മീഷനിൽ കയറ്റുക. ഇതെല്ലാം ഞാൻ ഇത് ഞാൻ കാണുമ്പോ തന്നെ ശിവൻകുട്ടിയുടെ വെല്ലുവിളി എവിടെ വരെ എത്തിയിരിക്കുക. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം എത്ര കൊല്ലം ജനങ്ങളെ കാത്തിരുത്തി വികസനത്തിന് വേണ്ടി. ഇന്നും നിയമത്തിൽ എവിടെ പോയാലും ഞാൻ 10,000 ഉദാഹരണം കാണിച്ചു തരാം. 10 കൊല്ലം 20 കൊല്ലം പരിഹരിക്കാണ്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോ ജനങ്ങൾ കാത്തിരുന്നല്ലോ. ഇനിയിപ്പോ അദ്ദേഹം കുറച്ച് കാത്തിരിക്കട്ടെ. ഞാൻ തീരുമാനിക്കാം. അങ്ങ് ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു, ഇന്ന് സമയവും തീയതിയും ഒക്കെ ഫിക്സ് ചെയ്യാൻ ഇയാളാരാ ഒരു ചോദ്യം ചോദിച്ചു. അത് മാത്രല്ല, ഞാൻ സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒപ്പമാണ്. മുഖ്യമന്ത്രി ആദ്യം ഒരു മോഹം കൊടുത്തല്ലോ ശിവൻകുട്ടിയായിട്ട്. അല്ലല്ല, ഞാൻ ആരുടെ ഒപ്പം ചർച്ച ചെയ്യാൻ ഞാനൊന്നും മോഹിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രി 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് വോട്ട് നേടിയ ഒരു വ്യക്തിയാണ്. 10 കൊല്ലം ഭരിച്ചു. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം, രാജ്യത്തെ വിലക്കയറ്റം കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിലാണ്. അപ്പോ എന്ത് ശരിയായി? അതൊരു ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ അല്ലേ? എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. ഇനിയിപ്പോ മറ്റാരുണ്ട് എന്ന് പറയുന്നത്, ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ അല്ലേ? അപ്പൊ മുഖ്യമന്ത്രി വന്ന് ചർച്ച ചെയ്യണം. പക്ഷെ നിങ്ങളത് കുത്തിയില്ലല്ലോ അതിനകത്ത്, മറ്റാരുണ്ട് കേരളത്തിന് നേരെയാക്കാൻ എന്നുള്ളത്. അത് ഞാൻ ഇതിന്റെ ആവശ്യമില്ല. ജനങ്ങൾ തന്നെ കുത്തും. BJP അങ്ങനെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കാം. സാധാരണ ഞാൻ അതിന് ആ പെറ്റി ഇഷ്യൂ ഒന്നും ഞാൻ പോകാൻ ഇത് ജനങ്ങൾ ഏറ്റെടുത്തു. മറ്റാരുണ്ട് ശബരിമല കൊള്ള ചെയ്യാൻ, മറ്റാരുണ്ട് SDP ഒപ്പം രാഷ്ട്രീയം ചെയ്യാൻ, മറ്റാരുണ്ട് എക്സാലോജിയിൽ കാശിടാൻ, എല്ലാം അവരെന്നെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് അതിൽ പോയി ചാടേണ്ടത്?
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.